തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതായി പരാതി. ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ 9 വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നതായി ആരോപണം. യുവതിയുടെ പരാതിയിൽ തുമ്പ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴക്കൂട്ടം കൊളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 31-കാരി നീതുവിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. പ്രസവത്തിന് ശേഷമുള്ള വയറ് കുറയ്ക്കാൻ പരസ്യം കണ്ടാണ് കോസ്മെറ്റിക് ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത്. 5 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയക്കായി ആശുപത്രി ആവശ്യപ്പെട്ടത്. ആദ്യം യുവതി പിന്മാറിയെങ്കിലും 3 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ബന്ധപ്പെടുകയായിരുന്നു. അഡ്മിറ്റായി തൊട്ടടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തി. പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജും ചെയ്തു. പിന്നാലെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഡോക്ടർ ബന്ധപ്പെട്ടെങ്കിലും ആശുപത്രി അത് ഗൗരവമായി എടുത്തില്ലെന്നാണ് ആക്ഷേപം. ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഇതുവരെ മാറ്റം ഉണ്ടായില്ല. അടുത്ത ദിവസം ആശുപത്രിയിൽ എത്തിച്ച നീതുവിന്റെ ആരോഗ്യനില മോശമായതോടെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കിഡ്നിക്ക് കംപ്ലൈൻ്റായി, കരളിന് കംപ്ലൈൻ്റായി, ഹാർട്ട് അറ്റാക്ക് വന്നു, ശരീരം നീരെടുത്തു, വികൃതമായിരുന്നു, തൊലി കറുത്തു. ഈ തൊലിയൊക്കെ പൊട്ടി പൊട്ടി താനെ ഒലിഞ്ഞു പോയി. അവസാനം ഇത്രയും ഭാഗം മാത്രം ഒരു പ്രവർത്തനവും ഇല്ലാതെ നശിച്ചുപോയി. 22 ദിവസത്തോളം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു യുവതി. പിന്നീട് കൈകളിലെയും കാലുകളിലെയുമായി 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടതായി വന്നു. നിലവിൽ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ കോസ്മെറ്റിക് ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമുക്കൊപ്പം പത്മജിത്ത് ചേരുന്നുണ്ട്, നീതുവിന്റെ ഭർത്താവ്. നമസ്കാരം ശ്രീ പത്മജിത്ത്, കേൾക്കാമോ? ഗുഡ് മോർണിംഗ് സർ. നീതുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് പത്മജിത്ത്? നീതു ICUലാണ്. അപ്പോൾ ഇന്ന് നീതുവിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ഇന്നായിരിക്കും ഡോക്ടർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുമായിരിക്കും ഇന്നോ നാളെയോ റൂമിലോട്ട് മാറ്റാമെന്നുള്ള കാര്യം. ഏത് ഹോസ്പിറ്റലിലാണ് നീതു? അനന്തപുരി ഹോസ്പിറ്റലാണ്. ഓക്കെ, ഇത് ഏത് കോസ്മെറ്റിക് ഹോസ്പിറ്റലിലാണ് നമ്മൾ ഇവരെ സർജറി നടത്താമെന്ന് നമ്മളോട് പറഞ്ഞതും നമ്മൾ സർജറി നടത്തിയതും? കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ പേര്. എവിടെയത്? കഴക്കൂട്ടത്താണോ? കഴക്കൂട്ടത്തുള്ള കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ പേര്. ഇവര് കഴക്കൂട്ടം സംസം ട്രെയിൻഡായ ഡോക്ടർമാർ തന്നെയാണോ ഇവര്? നമ്മൾ കാണാൻ പോയപ്പോഴേക്ക് അവര് എക്സ്പ്ലെയിൻ ചെയ്തത് അതായിരുന്നു. എന്ന് വെച്ചാൽ അവിടെയുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്, FRCS ആണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. അപ്പോൾ ട്രിവാൻഡ്രത്തും ഔട്ട്സൈഡ് ട്രിവാൻഡ്രം എല്ലാം ഫ്രീലാൻസ് ആയിട്ട് ഇവരെല്ലാം ഹോസ്പിറ്റലിലും പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്യാൻ പോകുന്ന ഡോക്ടേഴ്സ് ആണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓപ്പറേഷൻ തിയേറ്ററുള്ള സജ്ജീകരണങ്ങളും പിന്നെ അവര് ഇൻസ്റ്റയിലൊക്കെ പേജിലെല്ലാം ഹോസ്പിറ്റലിലോ ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്റർ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഹൈലി ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് നമുക്ക് കാണാൻ. നീതു എന്താവശ്യവുമായിട്ടാണ് അവിടെ പോയത്? എന്തായിരുന്നു ഈ പ്രസവശേഷം ഉള്ള കൊഴുപ്പ് നീക്കുക എന്നതായിരുന്നു ആവശ്യം, അല്ലേ? അതെ അതെ അതെ. എന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷം, എന്ന് വെച്ചാൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 4 വർഷമായി. അപ്പം അതിനുശേഷം ഇത് ഡയറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു, പക്ഷെ വയറ്റിലുള്ള ഫാറ്റിന്റെ ഇതായാലും അത് കുറച്ച് വയറ്റിലെ മസിൽസ് ഒക്കെ കുറച്ച് സാഗി ആയിരുന്നു. അപ്പം അത് കുറെ നാൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ വൈഫ് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിന് വേണ്ടി കേൾക്കുണ്ടായി. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ സംസമിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്ലിനിക്ക് വന്നപ്പോഴേക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ വേറെ ഹോസ്പിറ്റലൊക്കെ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സർജറിക്ക് പ്രൊസീഡ് ചെയ്തില്ല. അങ്ങനെ ഇത് നിയർ ബൈ ഒരു ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഒരു സർജറിക്ക് ഒരു 10 ദിവസം മുമ്പേ ആ ഹോസ്പിറ്റലിൽ ജസ്റ്റ് കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടർ നീതുവിനെ ചെക്ക് ചെയ്ത് നോക്കി, ഇങ്ങനെ ഈ സർജറി ചെയ്യുന്നതാണ് ബെറ്റർ, അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വയറെല്ലാം ഈ പറഞ്ഞ സാഗി ആയിട്ടുള്ള സ്കിൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു വിത്തിൻ 10 days ഡെയിലി അവിടുന്ന് ഫോളോ അപ്പ് അവർ ചെയ്യുകയായിരുന്നു. അത് ബേസിൽ ചെയ്ത് പെട്ടെന്ന് ഒരു ഡിസിഷൻ അങ്ങ് ഫിക്സ് ആയി. ഈ സർജറി ചെയ്ത ഡോക്ടറുടെ പേരെന്താ അറിയാമോ? സർജറി ചെയ്ത ഡോക്ടർ ഇപ്പം ഡിസ്ചാർജ് സമ്മറിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്ടർ ഷിനോൾ
ആൻഡ് ഡോക്ടർ അഖില മോഹൻ എന്നാണ്. പിന്നെ അവിടുത്തെ മെയിൻ ഡോക്ടർ കൂടി സർജറി ടൈമിൽ ഉണ്ടായിരിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ പേര് ബിബിലാഷ് എന്നാണ്. ഓക്കെ, ഇത് എത്ര സമയം നീണ്ടു നിന്നു ഈ സർജറി പത്മജിത്ത്? ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ രാവിലെ 9 മണിക്കാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. അഡ്മിഷൻ 9 മണിക്കായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴായിരുന്നു സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 12 മണിക്ക്. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർജറി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡറിനെ അവിടെ നിർത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നീതുവിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് വീട്ടിൽ പൊയ്ക്കോളാന്ന് പറഞ്ഞു. സർജറി കഴിയുമ്പോൾ വിളിച്ചു പറയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ വന്ന് വിളിക്കാൻ മാത്രം വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് അസ്വസ്ഥത വന്നത് എപ്പോഴാണ്? തിരിച്ചു വീട്ടിൽ വന്നപ്പോഴാണോ? ഞാൻ ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം രാവിലെ വിളിക്കാനേ പോയി. അപ്പോൾ വിളിക്കാൻ പോയപ്പോഴേക്ക് ബെഡിൽ നിന്ന് എണീച്ചപ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ കൂടെ നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നേഴ്സിനോട് ചോദിച്ചു പറഞ്ഞു അത് സർജറി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ വീട്ടിലോട്ട് പോയി. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വൊമിറ്റിംഗ് വന്നായിരുന്നു. അതിനെ തുടർന്ന് എന്നുവെച്ചാൽ വീട്ടിൽ ചെന്നോണ്ട് നീതു ഉറങ്ങായിരുന്നു. ഉറങ്ങി ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നീതുവിന് കൊടുത്തായിരുന്നു. നീതു അത് കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് കഴിച്ച ഫുഡ് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പം എണീറ്റ് നടക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഇപ്പൊ എണീറ്റ് നടക്കുമ്പോൾ ഭയങ്കര തലകറക്കം പറഞ്ഞത്. പിന്നീട് അനന്തപുരി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതല്ലേ? അല്ല അന്നത്തെ ദിവസം ഞായറാഴ്ച വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഡോക്ടറിനെ വിളിച്ചപ്പോൾ കോസ്മെറ്റിക്കിലെ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഡേ മൺഡേ മോർണിംഗ് കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവരാനാ പറഞ്ഞു. അപ്പോൾ രാവിലെ കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ മൺഡേ കൊണ്ടു ചെല്ലുകയാണ് ചെയ്തിരുന്നത്. പിന്നെ വൈകിട്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ ഫെസിലിറ്റി കുറവാണ്, കുറച്ചും കൂടി നീതിന് കെയർ കിട്ടാൻ നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അനന്തപുരിയിലോട്ട് അവർ കൊണ്ടുപോയാണ് ചെയ്തത്. അപ്പോൾ ഈ വിരലുകൾ മുറിച്ച് കളയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ വന്നു പത്മജിത്ത്? ഹോസ്പിറ്റലിൽ അന്ന് അഡ്മിറ്റ് ചെയ്തപ്പോഴേക്ക് എന്ന് വെച്ചാൽ അനന്തപുരിയിൽ എത്തിയപ്പോൾ വൈഫിന് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചിരുന്നു. അപ്പോൾ കാർഡിയക് അറസ്റ്റ് സംഭവിച്ചപ്പോൾ BP സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് വാസപ്രസം എന്ന് പറഞ്ഞ ഒരു മെഡിസിനും കൂടി കൊടുക്കേണ്ടത് BP സ്റ്റേബിൾ ആക്കി വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം അത് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് അതിന്റെ ഒരു ഇതായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ച് ബ്ലഡ് ഫ്ലോ ഒക്കെ കുറച്ച് ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാസപ്രസം കൊടുക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഫ്ലോ നമ്മളെ കാലിലും വിരലിലൊക്കെ എത്തുന്നത് കുറവായിരിക്കും. അവിടെ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് എത്തത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് വന്ന ഒരാൾക്ക് ഫസ്റ്റ് ലൈഫ് സേവിംഗ് ആണ് നോക്കുന്നത്. അപ്പൊ ലൈഫ് സേവിംഗ് നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ ബാക്കി ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ ശരീരഭാഗത്തുള്ള പ്രശ്നം, പിന്നെ ഈ ഇടത്തെ ഭാഗത്തുള്ള ബ്ലഡ് വെസലിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടത്തെ സൈഡിലുള്ള കാലിൽ 5 വിരലുകളും കയ്യില് 4 വിരലുമാണ് മാറ്റേണ്ടി വന്നത്. ഈ ആ സർജറിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ പത്മജിത്ത്? ഉറപ്പായിട്ടും. പിന്നെ പിഴവെന്തായാലും ഈ കോസ്മെറ്റിക്സ് ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനു മുൻപ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വല്ല പരാതിയും കേട്ടിരുന്നോ പത്മജിത്ത്? അതെ നമ്മള് നീതുവിന് ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം നമ്മള് പോലീസിന്റെ അടുത്തും കുറെ അടുത്തൊക്കെ അന്വേഷിച്ച് നോക്കിയത്. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ പണ്ട് ഇതേപോലെ ഒരു ഇഷ്യൂ നടന്നതായിട്ട് നമുക്ക് അറിയപ്പെട്ടത്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഒരു 2021 ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഈ സെയിം കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ ചെയ്ത് അമൃതരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരണപ്പെട്ടു. ആ പുള്ളിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് ഇതേ സെയിം ആ പുള്ളിയുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പരാതി എടുത്തോ പോലീസ്? അതെ ആ പോലീസ് പരാതി എടുത്തിട്ടുണ്ട്. സുരക്ഷിതമായിട്ട് എന്തായാലും നീതു തിരിച്ചു വരട്ടെ പത്മജിത്ത്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. ആ ഹോസ്പിറ്റലിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം. ആ ഹോസ്പിറ്റൽ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ അതോ അടച്ചോ?
ആ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. മീഡിയയിൽ ഇത് വന്നതിന് ശേഷം അവർ ഇപ്പോൾ അടച്ചിട്ടേക്കാണ് ഹോസ്പിറ്റൽ. ഒരാളുടെ ജീവൻ ഇങ്ങനെ ആക്കിയപ്പോൾ അവർക്ക് സമാധാനമായി. താങ്ക് യു പത്മജിത്ത് ചേർന്നതിന്. നീതു പെട്ടെന്ന് തിരിച്ചു വരട്ടെ, ആരോഗ്യം വീണ്ടെടുക്കട്ടെ വളരെ വേഗം എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. താങ്ക് യു പത്മജിത്ത്, താങ്ക്സ് എ ലോട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, അപ്പം ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് സ്ഥാപനങ്ങളിൽ പോയിട്ട് തലവെച്ച് കൊടുക്കാനേ നിങ്ങൾ നിൽക്കരുത്. കഴക്കൂട്ടത്തുള്ള കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെയാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത്. ആ പരാതി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പരിഗണനയിലുമാണ്. എന്തായാലും അവരുടെ ആ നീക്കം പക്ഷേ വല്ലാതെ എന്താ പറയുക, സങ്കടപ്പെടുത്തുന്നതായിപ്പോയി. 9 വിരലുകളൊക്കെ പോവുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായിട്ടാണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താ പറയുക.